വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് രക്തമൂറ്റി കുടിക്കുന്ന രക്തരക്ഷസുകളായ സീറോ മലബാർ സഭാ നേതൃത്വമാണ് ഇവിടെ ഉള്ളതെന്ന് വിശ്വാസികൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. ജോസ് പാറേക്കാട്ടിൽ എന്ന വ്യക്തി ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു സഭ? ഒരു അൽമായൻ്റെ വക ചോദ്യമാണിത്. എന്തിനിങ്ങനെ ഒരു സഭാ നേതൃത്വമെന്ന് ഇപ്പോൾ വിശ്വാസികളും ജോസ് പാറേക്കാട്ടിനൊപ്പം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവരെ കൊണ്ട് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് എന്ത് പ്രയോജനമെന്നാണ് അടുത്ത ചോദ്യം. ഒരു കുടുംബത്തെ പോലെ ഒരു പാത്രത്തിൽ നിന്നും തിന്നും കുടിച്ചും കഴിഞ്ഞിരുന്ന വിശ്വാസികൾക്കിടയിൽ വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ജാതീയതയുടെയും ഒക്കെ വിത്തി വിതച്ച് അവരെ തമ്മിലടിപ്പിച്ച് അത് കണ്ട് രസിക്കുന്ന ഇപ്പോഴത്തെ അതിരൂപത സഭാ നേതൃത്വം. സഭാ സിനഡ് തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതും 34 രൂപതകൾ നടപ്പിലാക്കിയതുമായ ഏകീകൃത കുർബാന എന്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം നടപ്പാക്കാൻ കഴിയാതെ പോയത്? അത് സഭാ നേതൃത്വത്തിൻ്റെ കഴിവുകേട് മാത്രമാണ്. എന്തിനീ മെത്രാന്മാർ വീണ്ടും സഭാ നേതൃത്വം കടിച്ചു തൂങ്ങി ഈ സഭയുടെ തലപ്പത്ത് കിടക്കുന്നു? കഴിവുകെട്ട സഭാ നേതൃത്വമേ രാജിവെച്ച് പൊയ്ക്കൂടെ എന്നാണ് ഇപ്പോൾ ചോദ്യം. അത് മുദ്രാവാക്യമായി വിശ്വാസികൾ വിളിക്കുന്നില്ലെന്ന് മാത്രം. ഇപ്പോൾ കാണിക്കുന്നത് ഗുണ്ടായിസം തന്നെയാണ്. ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയാണോ നിങ്ങൾ നിലകൊള്ളുന്നത് എന്നാണ് ചോദ്യം, അതോ സാമ്പത്തിക നേട്ടങ്ങൾക്കോ? ഇപ്പോഴത്തെ ഈ സഭയുടെ പോക്ക് കണ്ടാൽ തോന്നും ഇതൊരു സീറോ മലബാർ ലിമിറ്റഡ് കമ്പനിയാണെന്നാണ്. കാരണം ഇപ്പോൾ സഭാ നേതൃത്വത്തിൻ്റെ പരക്കം പാച്ചിൽ ഭൗതിക നേട്ടത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ അജഗണങ്ങളുടെ ആത്മീയ ഉണർവിന് വേണ്ടിയൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ സഭ കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെയായി. പുരോഹിതർ എന്ന് വിളിക്കപ്പെടുന്നവർ എന്ത് അനുസരണകൾ കാണിച്ചാലും ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥ. പരസ്യമായി സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഒരു നടപടിയും എടുക്കാൻ തൻ്റെ ഇടമില്ലാത്ത സഭാ നേതൃത്വം രാഷ്ട്രീയ പാർട്ടികൾ ഈ സഭയേക്കാൾ ഭേദമെന്നാണ് ഇപ്പോൾ വിശ്വാസികൾ പറയുന്നത്. സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെൻറ് മേരീസ് ബസലിക്ക പരിസരം ഇപ്പോഴും അവിടെ യുദ്ധസമാനമായ സാഹചര്യമാണ്. പരസ്പരം പോര് വിളിച്ചുകൊണ്ട് എന്തിനും തയ്യാറായി നിൽക്കുന്ന വിശ്വാസ സമൂഹം. ഒരു ഭാഗത്ത് യഥാർത്ഥ കുർബാന ആവശ്യപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികൾ, മറുഭാഗത്ത് ജനാഭിമുഖത്തിന് വേണ്ടി വെമ്പുന്ന വിമതർ. സെൻറ് മേരീസ് ബസലിക്കയുടെ മുറ്റത്ത് വിശ്വാസികളുടെ ചോര വീഴുന്നത് കാണാനാണ് ഇപ്പോൾ മെത്രാന്മാർ കാത്തിരിക്കുന്നത് എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. സഭാ നേതൃത്വം ഇത് ആരോട് വാശി തീർക്കാനുള്ള പടപ്പുറപ്പാടാണെന്നും ചോദിക്കുന്നു. സഭ നിശ്ചയിച്ച ഏകീകൃത കുർബാന ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ സഭയോടൊപ്പം നിൽക്കുന്ന ഒറ്റ കാരണത്താൽ സഭാവിശ്വാസികളായ എല്ലാവരെയും, സഭാസ്നേഹികളായ എല്ലാ വിശ്വാസികളെയും തീവ്രവാദികളോടെന്ന പോലെ പെരുമാറുന്ന ഒരു കുരിയ നേതൃത്വം. പിന്നെ അടുത്ത അതിനേക്കാൾ വലിയ രാജാവായ മെത്രാപ്പൊലിത്തൻ വികാരി, അവരോടൊരു കാര്യം ചോദിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ പുരോഹിതരാണോ അതോ ഗുണ്ടാ തലവന്മാരാണോ? കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി യേശു ശാന്തിയും സമാധാനവുമാണ് ലോകത്തിന് വാഗ്ദാനം ചെയ്തതെങ്കിൽ ഇതാ സീറോ മലബാർ സഭാ നേതൃത്വം വാഗ്ദാനം ചെയ്യുന്നത് വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും, വിശ്വാസികൾക്കില്ല പിന്നെ എതിർക്കുന്നവരെ തമ്മിലടിയും. എന്തിനാണ് ഇങ്ങനെയൊരു സഭ എന്നാണ് വീണ്ടും ചോദിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് ഈ സഭാ നേതൃത്വം മർക്കടമുഷ്ടി കാണിക്കുന്നത്? സഭാ വിരുദ്ധർക്കൊപ്പം ചേർന്ന് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ തോൽപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് നിങ്ങൾ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും, കനത്ത വില. അതിന് കാലം അടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ സഭാ നേതൃത്വത്തോട് ഒന്ന് പറയാനുള്ളത്.